ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ പെരുന്നാളിനും അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും ചെറുതായിട്ടൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടേസ്റ്റുമാണ്. കാരണം നമ്മളിത് ചിക്കൻ ബാർബിക്യൂ ചെയ്തിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ബാർബിക്യൂ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാർബിക്യൂ മസാലയാണ് നമുക്ക് ആദ്യം തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 4 പച്ചമുളകും കുറച്ച് മല്ലിയിലയും പുതിനയിലയും, അതായത് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു അരപ്പിടി പുതിനയില എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ചെറുനാരങ്ങയിലെ കുരുവൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നീര് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് വേണം കേട്ടോ. ഈ ഒരു ചെറുനാരങ്ങയൊക്കെ നല്ല നീരുള്ള ചെറുനാരങ്ങയാണ്. ഇനി വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തൊളിച്ചിട്ട് കഴുകിയതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടാൽ മതി. നമ്മൾ അരക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞോളും. അപ്പോൾ എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ എരിവിനാവശ്യമുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ മുളകുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കാരണം നമുക്ക് ഈ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ചിക്കൻ ഈ ഒരു വലിപ്പമുള്ള പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മസാല നമുക്ക് ചിക്കനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. കൈ വെച്ചെന്നെ തേച്ച് പിടിപ്പിക്കട്ടോ, എന്നാലേ നമ്മുടെ ഈ ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ല പോലെ മസാല പിടിക്കുകയുള്ളൂ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കൈ വെച്ചിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ 1 മണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ടൈമില്ലെങ്കിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മസാല പിടിച്ചോളും. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് കുറച്ച് ഗ്യാസും ചിലവാവുള്ളൂ, പിന്നെ അത് കരിയാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇതൊരു ഗ്രിൽ പാനിലാണ് തയ്യാറാക്കുന്നത്. ഗ്രിൽ പാൻ ഇല്ല എങ്കിൽ സാധാ ഫ്രൈങ് പാനിലായാലും മതി. നമുക്ക് എല്ലാ ചിക്കനും നിരത്തി വെക്കാനുള്ള സ്പേസ് വേണമെന്ന് മാത്രം. അല്ലെങ്കിൽ പിന്നെ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും ഒഴിക്കുന്നില്ല. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പാനിലൊന്ന് ജസ്റ്റ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത്തിരി ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കുറച്ച് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. 1/2 ടേബിൾ സ്പൂണോളം മതിയാവും. ഇനി നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ പീസസ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാനിലോട്ട് വെച്ച് കൊടുക്കാം. പാന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. അപ്പം ഇനി ഇതിലോട്ടുള്ള ബാക്കിയുള്ള മസാലയും കൂടി ഞാൻ ഇതിലോട്ട് വടിച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഏറ്റവും ചെറിയ ബർണർ ഏതാണെന്ന് വെച്ചാൽ അതിൽ വെച്ചാൽ മതി കേട്ടോ. വലിയ ബർണറിലൊന്നും വെക്കണ്ട, കാരണം അത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഓയിലൊന്നും നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഒരു 15 മിനിറ്റിന് ശേഷം ഇത് തുറന്നാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. നമ്മൾ ബിരിയാണി മസാല ഉണ്ടല്ലോ, അതൊന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പ് കത്തിച്ചിട്ട് അതിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, നെയ്യായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഗീയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫിൻ്റെ ഒരു പീസ്, പിന്നെ അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ പെരിഞ്ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സാജീരകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 4 സവാള, ഒരു മീഡിയം സൈസ് സവാള 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ സ്പൈസസൊക്കെ ഒന്ന് മൂത്തരിച്ച് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്താണ് സവാള ചേർത്ത് കൊടുക്കേണ്ടത്. സവാള ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊന്നും ചേർക്കേണ്ട കേട്ടോ. ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചാൽ മതി. ഞാൻ കൂടുതൽ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും.
ഒരു 2.5 ടേബിൾ സ്പൂണോളം ഓയിലും ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗീയും മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് അടച്ച് വെച്ച സമയം കൊണ്ട് ഇവിടെ നോക്കിയപ്പോഴത്തിന് ഇവിടെ ചിക്കൻ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡൊന്ന് കുക്കാക്കി വരണം. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 3 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം കുതിരണം കേട്ടോ. സാധാരണ ബിരിയാണിയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ മറ്റേ ഭാഗവും കുക്കായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഏകദേശം ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഫ്ലെയിമൊന്നും ഓഫ് ചെയ്തിട്ടില്ല. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. ഒന്നും കൂടി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സവാള വഴറ്റാൻ വെച്ചത് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. സവാള നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കാരണം ഐസ് ആയതുകൊണ്ട് ഇതിൽ മെൽട്ടാകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്കിതൊന്നും കൂടി അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും. അതിനുശേഷം വീണ്ടും ഞാൻ തുറന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3 എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും ബിരിയാണി മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു 4 തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മസാലപ്പൊടിയുടെ പച്ചമണക്കം മാറിയതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ട് അടച്ച് വെച്ചതായിരുന്നു ഒരു 5 മിനിറ്റ്. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. അതിനാണ് ഞാൻ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി അടച്ചു വെക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മുടെ ചിക്കന് അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബാർബിക്യൂവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നമ്മുടെ ചാർക്കോളൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറഞ്ഞൊരു പുക വരും. ആ പുക വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആ പുകയുടെ സ്മെല്ല് ഇതിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ബാർബിക്യൂവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കന്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മസാല ഇളക്കി കൊടുക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ചട്ടകം വെച്ചിട്ട് പോലെ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുക. എവിടെയെങ്കിലും ഉടയാത്ത തക്കാളി കിടപ്പുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ കറക്റ്റ് അളവിലൊന്നുമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പാക്കറ്റ് കൊടുക്കുക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയത്ത് തക്കാളി ഉടയാതെ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. അത് കാരണം നമ്മൾ തക്കാളിയോ ഇതൊക്കെ നല്ല പോലെ ഒന്ന് പേസ്റ്റായിട്ട് ഒരു കറി പോലെ ആവണം, എന്നാലും ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില എത്ര അളവിലാണ് എടുക്കുന്നത് അതിൻ്റെ അത് പകുതി അളവിൽ മാത്രം പുതിനയില ചേർത്ത് കൊടുത്താൽ മതി. പുതിനയിലയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കരുത് കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു കുത്തൽ വരും. പുതിനയിലയുടെ ഒരു സ്മെല്ല് വേറെ ആണല്ലോ, അപ്പോൾ കുറച്ച് വേണം താനും, എന്ന് വെച്ച് കൂടാനും പാടില്ല. ഇനി നമുക്ക് ഇത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്, അരി വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം.
കുറച്ച് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണൊക്കെ. എന്താ വെച്ചാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ്, നമ്മൾ സാധാ സെല്ല റൈസ് അല്ല കേട്ടോ, ഇത് ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ അരമണിക്കൂർ കുതിർന്നാൽ മതി. 1 മണിക്കൂർ വരെ കുതിരാം, അതിൽ കൂടുതൽ കുതിരാൻ പാടില്ല. പക്ഷേ സെല്ല റൈസ് ആകുമ്പോൾ പ്രശ്നമില്ല, നമുക്ക് 1 മണിക്കൂറിലേറെ കുതിർന്നാലും നല്ലതാണ്, നമ്മൾ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിയാണെങ്കിൽ. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്, ഏകദേശം ഒരു 90% വെന്താൽ മതി കേട്ടോ, അതിൽ കൂടുതൽ വേവരുത്. 80% മുതൽ 90% വെന്താൽ മതി. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യണം. അതിന് നമ്മൾ മസാല വഴറ്റി ആ പാൻ ഉണ്ടല്ലോ അതന്നെ എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ മസാല വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, മസാലയിൽ തന്നെ കിടന്നിട്ട് ദം ചെയ്യാനുള്ളതല്ലേ. ഇനി ആദ്യം ആയിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. നല്ല പ്യുവർ ഗീ തന്നെ ചേർത്ത് കൊടുക്കാം, നല്ല ബിരിയാണിയുടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് 1 ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരിൽ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഒഴിച്ചെടുക്കാം. ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ, അപ്പോൾ കളറും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗരം മസാല പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മസാലയുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. മസാല വേറെയും ചിക്കന് വേറെയുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മസാല നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. അതിന് മുകളിലോട്ട് നമ്മൾ ബാർബിക്യൂ ചെയ്തെടുത്ത ചിക്കൻ ബാർബിക്യൂ വെച്ച് കൊടുക്കാം. എത്ര പീസാണോ വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ അത്ര വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 3 പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഫ്ലെയിം ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാണ് കൊടുത്തിട്ടുള്ളത്, അത് ചെറിയ ബർണറിലാണ്, അടിയിൽ തട്ടൊന്നും വെച്ചിട്ടില്ല. ഇനി ഇത് സെയിം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരിയോട് മിക്സ് ചെയ്ത് ഇത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. സെയിം പോലെ തന്നെ ഇനി അതുപോലെ തന്നെ മസാല വീണ്ടും നിരത്തുക. ബാക്കിയുള്ള മസാല ഫുള്ളായിട്ട് ഞാൻ ഇവിടെ നിരത്തുകയാണ്, കാരണം ഇനിയിപ്പോൾ വേറെ ലെയർ ചെയ്യുന്നില്ല, ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ആകെ 7 പീസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 600 ഗ്രാം ചിക്കനും അതുപോലെ തന്നെ ഒരു 1/2 കിലോ റൈസുമാണ് എടുത്തിട്ടുള്ളത്, അളവ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു അളവിൽ 5 പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ. ഇനി ബാക്കിയുള്ള 4 പീസും കൂടി ഞാൻ മുകളിൽ വെച്ചു. പിന്നെ നമ്മൾ ചിക്കൻ ബാർബിക്യൂ ചെയ്ത ആ പാനിലുണ്ടായിരുന്ന ഓയിലുണ്ടല്ലോ അതൊന്ന് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മൾ മസാലയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഉണ്ട്, ഇത് മുകളിലോട്ട് ഒന്നിട്ട് കൊടുക്കാം. റൈസ് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം, കൂടുതലൊന്നുമില്ല, ഉള്ള റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി എടുത്ത് വെച്ച ഇതുപോലെ ചെറുനാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും കലക്കിയ ഇതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒക്കെ ഉള്ളത് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചത് അപ്പോൾ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ, അത് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം, നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ വേറെ ഓയിലൊന്നും ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കുന്നൊന്നുമില്ല, ആ മസാല വഴറ്റിയ ഒരു ഓയിൽ മാത്രമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, റൈസിലോട്ട് വേറെ തീരെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആ ചെറിയ ബർണറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ എപ്പോഴാണോ നമുക്ക് സെർവ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് തുറന്നാൽ മതി കേട്ടോ, തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സ്മെല്ല് പുറത്തോട്ട് പോകും. ഇപ്പം ഞാനത് തുറന്നിട്ടുണ്ട്, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് ഇതിനൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റ് വരിക അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി ബിരിയാണിയാണ്. കാരണം കൂടുതലായിട്ട് ഓയിലൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്ക് വേറൊരു ചിക്കനോ വേറൊരു ഡിഷൊന്നും പിന്നെ ബിരിയാണീൻ്റെ പുറമെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ബിരിയാണി തന്നെ മതിയാവും. ഇതിലോട്ടൊരു തൈരോ ഒരു പിക്കിളോ എന്തെങ്കിലും മതിയാവും. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് വേണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാൻ, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻസിൽ അറിയിക്കുക. ഇഷ്ടമായാലും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.